ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് രാവിലെ ഒരു 11 മണിയോട് കൂടി തന്നെ നമ്മുടെ കടയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാൻ പറ്റി, കാരണം വീട്ടിലെ പണിയൊക്കെ കുറച്ച് നമുക്ക് നേരത്തെ ചെയ്ത് തീർക്കാൻ പറ്റിയേ. അപ്പോൾ വന്ന ഉടനെ ഞാനിവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുവാണേ. നമ്മുടെ ഒരു ബദാം മരം നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഇലയൊക്കെ ഇഷ്ടം പോലെ ഇവിടെ വീണ് കിടപ്പുണ്ട്. അപ്പോൾ വന്ന ഉടനെ മൊത്തം ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ തിരി കത്തിക്കാൻ പോകുന്നത്. തിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കട സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പലഹാരം ഉണ്ടാക്കാനുള്ള വലിയ ഗ്യാസ് സ്റ്റവ് കത്തിച്ച് ചട്ടിയെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ. അപ്പം നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് തിളച്ച് വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും, ഒരു 10-15 മിനിറ്റ് എടുക്കും നമ്മൾ എണ്ണ ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് പണികളും കൂടി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ ചായയുടെ സ്റ്റൗ നമ്മൾ കത്തിച്ചിട്ടുണ്ട്. ചായയുടെ സ്റ്റൗ എന്ന് വെച്ചാൽ ഗ്യാസിലല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ മണ്ണെണ്ണ സ്റ്റൗവിലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കട തുടങ്ങിയ നാൾ മുതൽ നമ്മൾ മണ്ണെണ്ണ സ്റ്റൗവിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളിതേ പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 പാത്രത്തിലായിട്ടാണ് പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. കാരണം താഴത്തെ പാല് ചൂടായി അത് നമ്മൾ ചായ എടുത്തുമ്പോൾ ചിലപ്പം തീർന്നു കഴിഞ്ഞാൽ പിന്നെ പാല് ചൂടായി വരാൻ താമസമല്ലേ, അതുകൊണ്ട് മുകളിലും കൂടി ഒരു പാത്രത്തിൽ പാൽ ഒഴിച്ച് വെക്കുവേ. പിന്നെ നമ്മൾ ട്രേ എല്ലാം നമ്മൾ വൃത്തിയാക്കി തുടച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ചമ്മന്തി പാക്ക് ചെയ്ത് വെക്കണം. അപ്പം നമ്മൾ ഈ മുളകും തേങ്ങയും കൂടി മിക്സ് ചെയ്ത് കൂടിനകത്താക്കി കെട്ടി നേരത്തെ വെക്കുവേ. കാരണം നമുക്ക് തിരക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഓരോന്നായിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ലേ. അപ്പോൾ ആൾക്കാർ ഒന്നിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് എടുത്ത് കൊടുക്കണമെങ്കിൽ നമ്മളിങ്ങനെ പാക്ക് ചെയ്ത് വെക്കണം. അപ്പം എണ്ണ ചൂടായി വന്ന സമയത്ത് ഞാൻ പരിപ്പോടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പരിപ്പോടെ റെഡിയായി വന്നിട്ടുണ്ടേ. പിന്നെ നമ്മൾ ചായ മാത്രമല്ല, ബ്രൂവും ബൂസ്റ്റും ഹോർലിക്സും പിന്നെ ബദാം മിൽക്കും കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ കട്ടൻ കാപ്പിയും കട്ടൻ ചായയും ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കട്ടൻ കാപ്പിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ ഞാൻ പരിപ്പോടെ ഇട്ടതിന് ശേഷം മുട്ട ബജിയും മുളക് ബജിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഉഴുന്നുവടയാണ് ഉണ്ടാക്കിയത്. കാരണം ഈ ഭയങ്കര വെയിലായതുകൊണ്ട് നമ്മുടെ ഉഴുന്നുവട പെട്ടെന്ന് പൊങ്ങിപ്പോവുകയും ഒരുപാട് പൊങ്ങിപ്പോയി കഴിഞ്ഞാൽ ഉഴുന്നുവടയ്ക്ക് പുളിയാകും. അതുകൊണ്ട് നേരത്തെ തന്നെ ഞാൻ ഉഴുന്നുവട ഇട്ട് വെക്കും കേട്ടോ. ഇപ്പം മഴക്കാരാണെങ്കിൽ ഞാൻ താമസിച്ച് ഇടത്തുള്ളൂ, കുറേശ്ശെ ഇടത്തുള്ളൂ. അപ്പോൾ വേനൽക്കാലമാണ് നമുക്ക് ഒരുപാട് നേരം ഉഴുന്ന് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഉഴുന്നുവട ഇവിടെ കോരി വെച്ചിട്ടുണ്ട്. ഇനി ഗ്ലാസ്സുകളൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെക്കാവേ. നമ്മൾ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലല്ല, നമ്മുടെ കുപ്പി ഗ്ലാസ്സിലാണ് ചായ കൊടുക്കുന്നത്. ഈ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ ചായ കുടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമില്ല, കുപ്പി ഗ്ലാസ്സാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ നമ്മൾ ചായ റെഡിയായിട്ട് വന്നപ്പോഴത്തേക്കും ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ചായ കുടിച്ച് കഴിയുമ്പോൾ ഒരു ഉന്മേഷമാണ്. പിന്നെ അതേ നമ്മുടെ മുട്ട ബജിയും മുളക് ബജിയൊക്കെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മുളക് ബജി ആദ്യം ഇട്ടു, അത് കോരിയതിന് ശേഷം പിന്നെ മുട്ട ബജി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുട്ട ബജി റെഡിയാക്കിയപ്പോൾ നമ്മൾ ബോണ്ട ഇട്ടിട്ട് ഞാൻ പാല് മേടിക്കാൻ വേണ്ടി അപ്പുറത്തെ കടയിലോട്ട് പോവുകയാണ്. പിയാസ് പാർലർ എന്ന് പറഞ്ഞ കടയിലാണ് നമ്മൾ പാല് മേടിക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ നമ്മൾ പാലൊക്കെ മേടിച്ചു. തിരിച്ച് ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടി വന്ന് അവർക്ക് ചായ എല്ലാം എടുത്ത് കൊടുക്കുമായിരുന്നു കേട്ടോ. ഒരു 3:30 ആകുമ്പോഴാണ് നമുക്ക് കട തിരക്കാവുന്നത് കേട്ടോ. 3:30ക്ക് മുന്നേ നമുക്ക് കുറേ പാഴ്സലുകളാണ് കൂടുതലായിട്ടും പോകുന്നത്. കുറച്ച് ഓർഡറുകളൊക്കെ ഉണ്ടാകും ആ സമയത്താണ് നമ്മൾ ഓർഡറുകളൊക്കെ പിടിക്കത്തുള്ളൂ. 3:30 കഴിയുമ്പോൾ നമുക്ക് കടയിൽ നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർ ഒന്നിച്ച് വരാൻ തുടങ്ങും. അപ്പോൾ ഭയങ്കര തിരക്കായിട്ട് വരും. അപ്പം നമ്മൾ ആ സമയത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകാൻ സമയം കിട്ടാറില്ല. അതുകൊണ്ട് ഓർഡറുകളൊക്കെ നമ്മൾ നേരത്തെ തന്നെ പിടിച്ച് നേരത്തെ തന്നെ ചെയ്ത് കൊടുക്കും. പിന്നെ ഞാൻ ആ സമയത്തിനുള്ള ഏത്തക്കാപ്പം കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഗ്യാസ് വണ്ടി പോകുന്ന കണ്ടപ്പോഴാണ് നമ്മുടെ ഗ്യാസിൻ്റെ വിലയെപ്പറ്റി ഓർമ്മ വന്നത്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന വാണിജ്യ സിലിണ്ടറിന് ഇപ്പം പെട്ടെന്ന് 1000 രൂപ ഒറ്റയടിക്ക് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ നല്ല മഴക്കാറുണ്ട്. അപ്പം ഈ മഴ ശരിക്കും നന്നായിട്ട് പെയ്യുമെന്നാണ് തോന്നുന്നത്. അതുപോലെ നല്ല മഴക്കാറാണ്. പക്ഷേ മഴ പെയ്തില്ല, ചെറിയൊരു ചാറ്റൽ മഴ മാത്രമേ പെയ്തുള്ളൂ. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നേ. നമ്മുടെ സാധനങ്ങളൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാനൊന്ന് ഓർമ്മിക്കുവാണേ, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒരു 6:30-6:45 ആയപ്പോൾ തന്നെ നമ്മുടെ സാധനങ്ങളെല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും നമുക്കൊരു 7 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ സാധനങ്ങളെല്ലാം തീരാറുണ്ട്. കൂടി വന്നാൽ 7:30, അതിലപ്പുറം നമ്മൾ ഒട്ടും പോകാറില്ലേ. അപ്പോൾ മിക്കവാറും 6:30-6:45 ആ സമയം കൊണ്ട് നമ്മുടെ മുഴുവൻ സാധനങ്ങളും തീർന്നു കിട്ടും. അപ്പം നമുക്ക് ഇനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ക്ലീൻ ചെയ്ത് നമ്മുടെ ഈ പാത്രങ്ങളും ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ഓട്ടോയിൽ കയറ്റിയിട്ട് വീട്ടിൽ കൊണ്ടുപോവുകയാണേ. എന്നാൽ ശരി, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാവേ.